അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആല നമുക്ക് വലിയ അനുഗ്രഹം തന്നു. കാരണം എന്താണ്, ഈ പ്രായത്തിലും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ഇങ്ങനെ ഒരു അവസരവും നമുക്ക് കിട്ടി അല്ലേ? അല്ലാഹു തആല ഇത് വലിയ അനുഗ്രഹം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പേര് പറഞ്ഞ കുറേ അക്ഷരങ്ങളുണ്ട്. അള്ളാഹു പേര് വിളിച്ചതാണ്. കാരണം എന്താ, പരിശുദ്ധ ഖുർആൻ എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന സൂറത്തുകളിലും തുടക്കത്തിലുള്ള അക്ഷരങ്ങളാണ്. ഇതുകൊണ്ടാണ് അള്ളാഹു പേര് വിളിച്ച അക്ഷരങ്ങൾ എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ള അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ അറിയണ്ടേ, പറയണ്ടേ? അത് 14 അക്ഷരങ്ങളാണ്. എത്ര അക്ഷരങ്ങളാണ്? 14 അക്ഷരങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് എഴുതാം. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ, ഒന്ന് അലിഫാണ്. ഒന്നെന്താണ്? അലിഫ്. രണ്ട് ഏതൊക്കെയാണ്? ഹ യ ത, ഹ യ ത ഹ റ. വഅലൈക്കും അസ്സലാം. അപ്പൊ ഇത്ര അക്ഷരങ്ങൾ. ഇപ്പൊ 2 അക്ഷരങ്ങളായില്ലേ, 2 സെക്ഷനായി. ഇപ്പൊ 3 സെക്ഷനായിട്ട് നമ്മൾ എഴുതുന്നത്. അള്ളാഹു പേര് വിളിച്ച അക്ഷരങ്ങൾ എത്ര ഉണ്ടോ നമ്മൾ പറഞ്ഞത്? 14. അത് 3ആയിട്ട് എഴുതുന്നത്. അതെന്ത്? അപ്പൊ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എണ്ണിയൊക്കെ മൊത്തത്തില് 14 അക്ഷരങ്ങൾ. അള്ളാഹു പേര് വിളിച്ച 14 അക്ഷരങ്ങളാണ്. എങ്ങനെ? 3 സെക്ഷനായിട്ടാണ്. എത്ര സെക്ഷനായിട്ടാ? 3 സെക്ഷനായിട്ട്. ഈ അക്ഷരം, അതായത് ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മദ്ദില്ലാത്തത്. എന്താണ്? മദ്ദില്ലാത്ത അക്ഷരമാണ് ഒരു അക്ഷരം. അത് ഏതാണെന്ന് വെച്ചാൽ അലിഫ് മാത്രം. അലീഫ് എന്ന് ഓതില്ല. രണ്ടാമത്തത് എങ്ങനെ? മീഡിയം മദ്ദുള്ളത്, അതായത് ചെറിയ മദ്ദുള്ളത്. എങ്ങനെ ഓതുന്നത്? ഹ യ ത ഹ റ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വലിയ മദ്ദുള്ളത്. മൂന്നാമത്തെ എന്താണ്? വലിയ മദ്ദത്. അതെന്താണ്? ഇതെങ്ങനെ ഓതുന്നത്? ശ്രദ്ധിക്കണം. എങ്ങനെ ഓതണം? അടുത്ത എങ്ങനെ ഓതണം? എങ്ങനെ? ഇത് സ്വാദ്. എങ്ങനെ? സ്വാദ്. എന്നുള്ള സുക്കൂന് എന്താണോ വ്യക്തമാക്കണം. കാരണം എന്തുകൊണ്ടാ? 5 അക്ഷരങ്ങൾക്ക് സ്വന്തമായി സുക്കൂൻ കൊടുക്കൽ നിർബന്ധം. അതിൽപ്പെട്ടാണ് ദാല്. കൽക്കലത്തിന്റെ അക്ഷരം എന്ന് പറയും. അതിനെന്തോ പാഠം എടുക്കുമ്പോൾ മനസ്സിലാവും. കാഫ് എന്നല്ല, ഈ കുത്തുബിജതിന്റെ അക്ഷരം എന്ന് പറയും. അപ്പൊ സ്വാദ് ഉണ്ടോ? അടുത്തത് ഐൻ. എങ്ങനെ? ഐൻ. അടുത്തത് സീൻ. എങ്ങനെ വയ്ക്കണം? സീൻ. അടുത്തത് ലാം. അടുത്തത് കാഫ്. ഇത് വാ നിറയ്ക്കണം, ഇത് വാ നിറയ്ക്കണ്ട. ഇതിന് കാറ്റ് വരണം, ഇതിന് കാറ്റ് വരാൻ പാടില്ല. മനസ്സിലായില്ലേ? അടുത്തത് എന്താണ്? മീം. ഇത് നമുക്കൊന്ന് എഴുതാം. നമുക്ക് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ കാണുന്ന ഇങ്ങനല്ലേ, ഇങ്ങനെ 2 മദ് വലുതായിട്ട് കാണും. എന്നാ അലിഫിന്റെ മേളിൽ മദ് കാണുമോ? ഇല്ല. നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു, അലിഫിന് എന്തില്ല? മദ്ദില്ല. അറബി അക്ഷരങ്ങൾ ഒരു അക്ഷരത്തിനേ ഉള്ളൂ മദ്ദില്ലാത്തത്. അത് ഏതാണ്? അലിഫ്. അലിഫ്. അപ്പൊ എങ്ങനെ? അലിഫ് ലാം മീം. എങ്ങനെ? അവിടെ ഒരു കാര്യം പഠിക്കാനുണ്ട്. ഇതെന്താണ്? ലാം. അടുത്ത എന്താണ്? മീം. കണ്ടോ? ഇത് മനസ്സിലായല്ലോ. ഈ ലാം തോനെ നീട്ടണമല്ലോ, മീം തോനെ നീട്ടണമല്ലോ. ഇവിടെ ഒരു നിയമം വരും. ആ നിയമം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് 3 നിയമങ്ങളുണ്ട്. എന്തുകൊണ്ട്? സുക്കൂനുള്ള മീമിന് 3 നിയമം. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ദഅമ്, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇൽഹാർ. അത് പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം, ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയതാണ്. സാക്കിനായ മീമിന്, മീം എന്ന് പറയുന്നത്, സാക്കിനായ മീം എന്ന് പറയുന്നത് എന്താ? സുക്കൂനുള്ള മീം. മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം എന്ന് പറയും. കൂട്ടി ലയിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, ലയിപ്പിക്കുക എന്ന് പറയും. അതായത് ഈ മീമിനെ ഈ മീമിന് ചേർക്കണം, 2 മീമിനെ ഒന്നാക്കണം. ഒന്നാക്കുമ്പോൾ ഒരു എന്ത് വരും? ഷദ് വരും, കനപ്പിക്കും. അപ്പൊ കനപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? നമ്മുടെ മലബാർ അച്ചിലൊക്കെ കാണാം, ഇങ്ങനെ ഷദ് കാണും. മനസ്സിലായോ? ഇവിടെ വേറൊരു ജോലിയും കൂടെ നമുക്ക് വരും. മീമിന് ഷദ് വന്നാൽ എന്ത് ചെയ്യണം?
മണിക്കണം. മണിക്കണം. നൂന് ശബ്ദ് വന്നാൽ എന്ത് മണിക്കണം? മണിക്കണം. മണിക്കണം നമ്മൾ പഠിച്ചു അല്ലേ? നൂനിന് മീതെ ശബ്ദ് കൊടുത്താൽ ഇന്ന കുന്ന മിന്ന ഓതിടണേ. ഇന്ന കുന്ന മിന്ന ഓതരുത് അത് പിഴവായിടുമേ. നമ്മൾ പഠിച്ചതാ അത്. കണ്ടെന്താ എന്ന പോലെ മീമിന് മേലെയും ശബ്ദം ഉണ്ട്, എന്ത് വേണം? മണിക്കണം. മണിക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ ഓതേണ്ടി വരും? അലിഫ് ലാം മീം. അടാ മണിക്കലോട് പിടിച്ച് രണ്ടാമത്തെ മീമിന്റെ തല അങ്ങനത്തെ ശബ്ദം വരും ഇവിടെ അല്ലേ? അപ്പൊ എങ്ങനെ ഓതണം? ലാം മീം. അപ്പം ഈ 3 അക്ഷരങ്ങളിൽ വലിയ മദ്ദുള്ള അക്ഷരങ്ങൾ എത്ര ഉണ്ട്? ഇതിനകത്ത് വലിയ മദ്ദുള്ള അക്ഷരം എത്ര ഉണ്ട്? 2. അവിടെ വലിയ മദ്ദുള്ള അക്ഷരം എഴുതിയേക്കുന്നത് അല്ലേ? ലാമും മീമും വന്നില്ലേ? ഇവിടെ ഈ അക്ഷരങ്ങൾ വല്ലതും വന്നോ ഇവിടെ? ഇല്ല. അടുത്ത് നോക്കിക്കോ. ഏതൊക്കെ അക്ഷരങ്ങളാണ്? അലിഫ് ലാം ഉണ്ടോ? ലാം വലിയൊരു മദ്, മീമിന് മദ്, സ്വാദ്. എങ്ങനെ ഓതും? അലിഫ് ലാം എന്നല്ല, നമ്മള് 10 ഇട്ട് വാങ്ങിയ ആലാമാസാന്ന് വായിക്കാം അല്ലേ? അലമസ എന്നാണോ? അല്ല, ഇങ്ങനെയാണ് അലിഫ് ലാം മീം സ്വാദ്. എങ്ങനെ ഓതണം? അലിഫ് ലാം മീം സ്വാദ്. മനസ്സിലായില്ലേ? അടുത്തത് ഏതൊക്കെ അക്ഷരങ്ങളാണ്? അലിഫ് ലാം മീം റ ഉണ്ടോ? അതിനകത്ത് വലിയ മദ്ദുള്ള അക്ഷരം എട്ടുണ്ട്? വലിയ മദ്ദുള്ളത് 2 അക്ഷരം. മദ്ദില്ലാത്ത അക്ഷരം ഏതുണ്ട്? അലിഫ്. ചെറിയ മദ്ദുള്ള അക്ഷരം ഏതാ? അപ്പൊ എങ്ങനെ ഓതേണ്ടി വരും നമ്മള്? അലിഫ് ലാം റ അല്ല, കേട്ടോ? അലിഫ് ലാം മീം റ. മീഡിയം ഇതാ നോക്ക്, ചെറിയ മദ്ദിന്റെ അക്ഷരങ്ങളാ. ഇതെന്താണ്? ചെറിയ മദ്. ഇതെന്താണ്? ചെറിയ മദ്. ചെറിയ മദ്. ഇതോ വലിയ മദ്. വലിയ മദ്. ഇത് വലിയ മദ്, ഇത് ചെറിയ മദ്. ഇതിനോ മദ്ദില്ല. എന്തില്ല? മദ്ദില്ലാത്ത അക്ഷരം ഏതാണ്? അലിഫ്. ചെറിയ മദ്ദുള്ള അക്ഷരം ഏതാണ്? 5 അക്ഷരം അല്ലേ? വലിയ മദ്ദുള്ള അക്ഷരം എത്രയാണ്? ഓർമ്മ വേണം. 8 എണ്ണം വലിയ മദ്ദുണ്ട്. ഇതാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അക്ഷരമുള്ളത് കാഫ് ഹ യ ഐൻ സ്വാദ്. വായിച്ചു. ഇനി നമ്മൾ ഓതാൻ പോവാ. എങ്ങനെയാണ്? ഇതിന് വലിയ മദ്ദുള്ള ഇത് വലിയ മദ്ദുള്ളതാണോ ചെറിയ മദ്ദുള്ളതാണോ? വലിയ മദ്ദാണ്. അതുകൊണ്ട് വലിയൊരു അടയാളം കൊടുത്തു. ഇത് ചെറിയ മദ്ദോ വലിയ മദ്ദോ? ചെറിയ മദ്ദ. അപ്പൊ എന്ത് കൊടുത്ത്? ചെറിയ മദ്ദ കൊടുത്ത്. ഇത് ചെറിയ മദ്ദോ വലിയ മദ്ദോ? ചെറിയ മദ്ദ്. നോക്കണം, ഇവിടെ നോക്കണം. ചെറിയ മദ്ദിലാ കിടക്കുന്നത്. ഇത് വലിയ മദ്ദോ ചെറിയ മദ്ദോ? ഐ. അപ്പൊ എന്ത് ഇങ്ങനെ വലിയ അടയാളം. അടുത്ത എന്താണ്? ചെറിയ മദ്ദോ വലിയ മദ്ദോ? വലിയ മദ്ദ്. കണ്ടോ? അപ്പൊ എത്ര വലിയ മദ്ദുണ്ട്? 3 വലിയ മദ്ദ്. ചെറിയ മദ്ദ് എത്ര ഉണ്ട്? 2 എണ്ണം. അപ്പൊ നമ്മൾ എങ്ങനെ ഓതും നോക്കണം. കാഫ് ഹ യ ഐൻ സ്വാദ്. എന്താണ്? അവിടെ അങ്ങ് നിർത്തുന്നില്ല. നിർത്തുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കണം. എന്താ? ഐൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏതാ? ഇതെങ്ങനെയാണ്? ഐൻ. ഐൻ. പിന്നെന്താ തുടങ്ങുന്നത്? സ്വാദ്. അതല്ലോ, ഇങ്ങനല്ലേ പറയാ? ഐൻ സ്വാദ് അല്ലേ? ഇവിടെ വരുമ്പോഴേ സാക്കിനായ നൂന് ശേഷം സ്വാദാ വന്നത്. എന്താ വന്നത്? സ്വാദ് എന്ന് പറഞ്ഞാൽ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. എന്തിന്റെ അക്ഷരമാണ്?
നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നോ? ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു പണിക്കാന്ന് അർത്ഥം. അതിന്റെ അർത്ഥം എന്തുവാ? മറച്ചു പണിക്ക്. ഇപ്പൊ എഴുതല്ലേ റഷീദ് ഭായി, എഴുതിയാലുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കത്തില്ല. പറയുന്ന ശ്രദ്ധിച്ചെങ്കിലേ എന്ത് എഴുത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ ഇഖ്ഫ എന്ന് പറഞ്ഞു, ഇതാരും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വിഷയമല്ല. മനസ്സിലായി? ഇവിടെ ഇഖ്ഫാവ് പഠിക്കാനുണ്ട്, ഇൽഹാർ പഠിക്കാനുണ്ട്, ഇഖ്ലാബ് പഠിക്കാനുണ്ട്, ദാംബിനെ പഠിക്കും, ഒരുപാട് നിയമങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ എല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ കയറത്തില്ല. ചില പോയിന്റുകൾ പറഞ്ഞ് ഞാനങ്ങ് പോവാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് പരിശുദ്ധ ഖുർആൻ തുടങ്ങിയില്ലല്ലോ. തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് വരും, ഈ നിയമങ്ങളൊക്കെ ആണ് ഇഖ്ഫ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നതും കുറച്ച് കേട്ട് തഴമ്പിക്കുന്നതും പഴകിയതും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ എഴുതുന്നത് പറയും. എഴുതിക്കൊണ്ടിരുന്ന നമ്മൾ അതിനകത്താകും ശ്രദ്ധയാവും. മനസ്സിലാവും? അപ്പൊ ഈ സാക്കിനായതിനു ശേഷം എന്താണ് സ്വാദ് വന്ന്. അപ്പൊ ഇവിടെ ഒരു നിയമം വരും. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെയാണ് കണ്ടോ? ഞാൻ ഈ 3 ബോർഡും ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? 3 വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഇവിടെ അതിനെ ഒന്ന് അഴിച്ചെഴുതും അവിടെ, അല്ലേ? ഇതിവിടെ കിടക്കും, 2-3 ദിവസം ഇവിടെ കിടക്കും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാം. അപ്പം ഇവിടെ ഏതാ നമ്മൾ ഇതല്ലേ ഓതിയത്? ഇതെങ്ങനെ ഓതുന്നത്? വാ നിറയ്ക്കേണ്ട ഒരു അക്ഷരമുണ്ട്. അതേതാ? സ്വാദ്. മാഷാ അല്ലാഹ്. അതൊക്കെ നമ്മൾ പഠിക്കും. 2 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അത് ഇത് വലിയ മദ്ദിന്റെ അക്ഷരമാണോ ചെറിയ മദ്ദിന്റെ അക്ഷരമാണോ? രണ്ടും ചെറിയ മദ്ദാണ്. എന്തുകൊണ്ടാ? നോക്കേ, ചെറിയ മദ്ദാണ്. അല്ലേ? ഈ ഹാ ചേർത്ത് എഴുതുമ്പോ ഇതല്ലേ എഴുതാനൊക്കെ ഒത്തുള്ളൂ. വലിയ ഹാ എഴുതും, 2 രൂപത്തിൽ ഹാ എഴുതുമല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതും. എന്ന് പറയുമ്പോൾ വാ നിറയ്ക്കണം. ഹാ എന്ന് പറയുമ്പോൾ വാ നിറയ്ക്കണോ? വേണ്ട. 28 അക്ഷരങ്ങളിൽ 8 അക്ഷരങ്ങൾ മാത്രം എന്ത് ചെയ്യാം? വാ നിറയ്ക്കണം. അതിൽ ഒരക്ഷരമാണ് ഏത്? മനസ്സിലായില്ല? ഏതക്ഷരങ്ങളാ വലിയ മദ്ദുള്ളത്? സീൻ, മീം. ചെറിയ മദ് കണ്ട, ചെറിയ മദ്ദിന് ഒരു ചെറിയ അരയലിഫ് കൊടുത്തു. ഇതെങ്ങനെ? അവിടെ ശബ്ദ വരും. എന്തുകൊണ്ട്? ഇന്ന് ഇവിടെ നോക്കിക്കോ, ഇതെങ്ങനെ വായിക്കും? സീൻ. സീൻ കഴിഞ്ഞാ പിന്നെന്താണ്? മീം. മീം അല്ലേ? ഈ നൂനിന് ശേഷം എന്ത് വന്നു? മീം വന്നു. അപ്പൊ എന്ത് ചെയ്യും? മീമിന് എന്ത് ചെയ്യും? ഇതിനകത്ത് ലയിപ്പിക്കും. അപ്പൊ എന്ത് വരും? ഷദ്ദ വരും. അങ്ങനെ വരും. എങ്ങനെ വരും? മണിക്കണം. മണിക്കുന്നത് എവിടുന്നാ? തരിമൂക്കുണ്ട്. മീമിന്റെ ഉച്ചാരണം എവിടുന്നാ? ചുണ്ടിൽ നിന്ന്. മണിക്കൽ വരുമ്പോ എങ്ങോട്ട് പോവും? മൂക്കിലോട്ട്. ഇവിടെ തുടങ്ങേണ്ടത് മ എന്ന് പറയുന്ന ചുണ്ടുകൊണ്ടാണ്. വ്യത്യസ്തങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം. എന്താ പറഞ്ഞത്? പഠിക്കുമ്പോ എന്ത് വേണം? പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ആണോ? സൗണ്ട് സിസ്റ്റം വ്യത്യാസമായുണ്ടോ? ഉച്ചരിക്കേണ്ട ഇവിടം കൊണ്ട്. ഇപ്പം ശബ്ദ വന്നപ്പം എങ്ങോട്ട് മാറി? തരിമൂക്കിലേക്ക് മാറി. അല്ലേ? ഇനി അടുത്ത നോക്കേ, 2 അക്ഷരം. ഏതൊക്കെയാ? എന്താണ്? അത് 2 കൂടെ ഓവർ നീട്ടുവാ? ഇല്ല. അടുത്ത നോക്കാം. നമ്മൾ എപ്പോഴും നമുക്ക് സുപരിചിതമായ ഒരു പദം സീൻ പോരാ, കുറച്ചുകൂടെ നീട്ടണം. യാസീൻ. ഇങ്ങനെ അത് നോക്കണം, വലിയ പദാണ്.
സീന് യാവോ ചെറിയ പത്തിൽ പെടുന്നതാണ്. 3 സെക്ഷനായിട്ട് മാറ്റിയതാ. അടുത്തത് ഒറ്റ അക്ഷരമുള്ളത്. ഇതെങ്ങനെ ഓതും? സ്വാദ്. അല്ല റഹീം കറക്റ്റ് പറഞ്ഞു. സ്വാദ്. സ്വാദെന്ന് നമ്മൾ അക്ഷരം പറയുകയാണെങ്കിൽ സ്വാദ്. പക്ഷെ ഓതുമ്പോ എങ്ങനെ ഓതാം? അള്ളാഹ് പറഞ്ഞ അക്ഷരങ്ങളിൽ പെടുതാ. അള്ളാഹു പേര് വിളിച്ച അക്ഷരങ്ങളാണ്. സ്വാദ്. ഇങ്ങനെ ഇതെങ്ങനെ ഓതും? അല്ല പിശുക്ക് കാണിക്കണ്ട, നീട്ടുന്നേല്. ആ എഴുത്ത് കണ്ടാൽ തന്നെ അറിയാം. ഹ എന്ന് പറയാ അരലിഫേ ഉള്ളൂ. മീമിനോ വലിയൊരു കുറുപടി മേലായിട്ടേപ്പുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങളാണ്? റ, അലിഫ് ലാം റ. ഒറ്റ അക്ഷരമുള്ളൂ വലിയ മദ്. ഏത്? ലാം. ലാം. അടുത്തത് ഒരക്ഷരം മാത്രം. ഏതാണ്? എങ്ങനെ? നൂൻ. അല്ലേ? അപ്പൊ 3 ബോർഡും നമ്മൾ ഉപയോഗപ്പെടുത്തി അല്ലേ? നമുക്കിനി ഈ മുസാഫ് എടുത്തിട്ട് ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ പകച്ചു നിൽക്കണോ? ഒന്ന് ഓതാൻ പഠിച്ചില്ലയോ? ഇനിയും നമ്മൾ പഠിക്കണം. നല്ല തജ്വീദിന്റെ ഉസ്താദന്മാരുടെ മുമ്പിൽ പോയി നമ്മൾ ഓതിക്കൊണ്ടിരിക്കണം അല്ലേ? ഇവിടെ വന്ന നമ്മൾ മിർസാനെ പോലുള്ള വലിയ വലിയ ഉസ്താദന്മാരുണ്ടല്ലോ, അവരുടെ മുമ്പിൽ ഓതുമ്പോഴേ നമ്മുടെ തെറ്റ് അവരിത് കണ്ടുപിടിക്കത്തുള്ളൂ. മനസ്സിലായി? നിങ്ങളുടെ തെറ്റ് എനിക്ക് കണ്ടുപിടിക്കാം, എന്റെ തെറ്റ് കണ്ടുപിടിക്കാൻ എന്നെക്കാൾ പരിജ്ഞാനമുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോഴേ എന്റെ തെറ്റ് മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ആ ഒരു ബോധം നമ്മുടെ വേണം. കാരണം ഇത് എല്ലാം നമുക്ക് പൂർണ്ണമായെന്ന് പറഞ്ഞതല്ല. പ്രത്യേകിച്ച് നമ്മൾ വൈകി പഠിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ പഠിച്ച് മറന്നുപോയവരാ അല്ലേ? റിട്ടയർഡ് ആയിട്ട് എത്ര വർഷം ആയവരുണ്ട്? റഹീമൊക്കെ റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി? റിട്ടയർഡ് ആയിട്ട് 15 വർഷമായി റിട്ടയർഡ് ആയിട്ട്. അപ്പൊ ഇത്രയൊക്കെ വയസ്സുള്ളവരാണ് അവിടെ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ബാലപാഠമാണിത്. നമ്മൾ തുടങ്ങി വെക്കുകയാണ്. അൽഹംദുലില്ലാഹ് വളരെ നേട്ടം ഉണ്ടാവും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.